കുട്ടികൾക്ക് ഇനി അവർ ഉണർന്നാലേ വല്ലതും കൊടുക്കാൻ കഴിയൂ. പക്ഷേ അതിനും മാർഗമൊന്നും കണ്ടില്ല. കുറച്ചു പണം പ്രമീളയുടെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്. പുറത്തെ ലോകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലല്ലേ തിന്നാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ കഴിയൂ. ആ പണം ഉപയോഗിച്ച് ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് വാങ്ങിത്തുടങ്ങിയാൽ മുതലാവില്ലെന്നല്ല, പണമുണ്ടെന്നറിഞ്ഞാൽ അതും അപഹരിക്കപ്പെട്ടാലോ? നൊമ്പരപ്പെടുന്ന ഹൃദയങ്ങളുമായി അവർ നിന്നു. എന്തു ചെയ്യണം? പോരെങ്കിൽ ഭാമ അങ്ങനെയും. എല്ലാവരും ഭാമയുടെ അരികിലേക്ക് നീങ്ങി. കുലുക്കി, തോണ്ടി, പിച്ചി. കണ്ണുകൾ ബലമായി പിടിച്ചു തുറന്നു. ഇരിപ്പിലോ ഭാവത്തിലോ ഒരു മാറ്റവും ഉണ്ടായില്ല. രാധിക മീരാ മുത്തശ്ശിയെ വിളിച്ചുണർത്തി കൂട്ടിക്കൊണ്ടുവന്നു. മുത്തശ്ശി ഭാമയെ പരിശോധിച്ചു പ്രഖ്യാപിച്ചു, തപസ്സാണ്. ഈ ഇരിപ്പിലിരുന്ന് സമാധിയാകും. ഭാമ ഭാഗ്യവതിയാണ്. അത് അതിശയകരമായ ഒരു വാർത്തയായി. ഭഗവാന്റെ സാന്നിധ്യം ഗോപികമാരിൽ ഉണ്ടായി. ഇത്തരത്തിൽ വളർന്ന് ഗോപിക ഭഗവാനിൽ സ്വയം സമർപ്പിച്ച് സമാധിയാവുക എന്നത് പണ്ടെങ്ങോ എന്നോ നടന്നതായി കേട്ടുകേൾവിയേ ഉള്ളൂ. അവർ ഭാമയുടെ ചുറ്റുമിരുന്ന് ഭഗവത് നാമം ഉരുവിട്ടു. പട്ടിണി കിടന്നുറങ്ങുന്ന കുട്ടികളുടെ കാര്യം പോലും തൽക്കാലം മറന്നു. ആ ഇരുന്ന ഇരിപ്പിൽ നേരം വെളുത്തു. ബേബിയുടെ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഗഞ്ജുവാണ് ആദ്യം ഇത് കണ്ടത്. അവൻ്റെ കണ്ണിൽ നിന്നും തുറിച്ചു നിൽക്കുന്ന ഇറച്ചിക്കഷ്ണം കുറേ കൂടി തുറിച്ചു വരുന്നത് പോലെയായി. പൂജയാണോ? ഗോപികമാർ അവനെ ഭയത്തോടെ നോക്കി. ഗഞ്ജു തമാശയായി പറഞ്ഞു, പേടിക്കേണ്ട, ഞാനും അമ്മ പെറ്റവനാണ്. കാര്യമെന്താണ്? പ്രമീളയുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു. ദാദാസാഹേബ്, ഒരു ഉപകാരം ചെയ്യാമോ? രാത്രി മുഴുവൻ ഒരാൾക്ക് ചെയ്ത ഉപകാരം തന്നെയാണ് നിനക്കും വേണ്ടതെങ്കിൽ. ഗഞ്ജു അതൃപ്തി രേഖപ്പെടുത്തി. നേരം പുലർന്ന സ്ഥിതിക്ക് ഇനിയും അത് വയ്യ. 6 റൊട്ടിയും 3-4 പാക്കറ്റ് പാലും വാങ്ങിക്കൊണ്ടു തരാമോ? ഞാൻ പണം തരാം. പട്ടിണി പ്രശ്നമാണല്ലേ? അതെ, ഞങ്ങളുടെ കുട്ടികൾ അത്താഴപ്പട്ടിണി കിടക്കുകയാണ്. ഉണരുമ്പോഴെങ്കിലും. ഗഞ്ജു കൈനീട്ടി. പ്രമീള കാശെടുക്കാൻ ഓടി. ഭാമയുടെ ഇരിപ്പ് കണ്ട് ഗഞ്ജു അവളെയൊന്ന് പിടിച്ചു കുലുക്കി നോക്കി. ഇതിനെന്ത് പറ്റി? മീരാ മുത്തശ്ശിയാണ് പറഞ്ഞത്. അവൾ ഭഗവാനെ തപസ് ചെയ്യുകയാണ്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഗഞ്ജു ചിരിച്ചു. ഭഗവാൻ മറ്റു ഗോപികമാരുടെ ഉടുതുണി മോഷ്ടിക്കുന്ന തിരക്കിലല്ലേ മുത്തി? ആയിരിക്കാം, മീരാ മുത്തശ്ശി തുടർന്നു. ഭഗവാന്റെ ലീലാവിലാസങ്ങൾക്ക് അവസാനം എന്തുള്ളൂ? ശരിയാണ്, ഗഞ്ജു പറഞ്ഞു. വളരെ ശരിയാണ്. മനസ്സിലാകാത്തതെന്തെങ്കിലും ആരാനും പറഞ്ഞാൽ അവൻ സ്ഥിരം പാടുന്ന പല്ലവിയാണത്. പ്രമീള പണവുമായി ഓടിയെത്തി. ഗഞ്ജു അത് വാങ്ങി വിരലുകൾ ഉയർത്തി. 4 പാൽ പാക്കറ്റ്, 6 റൊട്ടി അല്ലേ? പക്ഷേ 10 റുപ്പികയ്ക്ക് ഇക്കാലത്ത് ഒരു നല്ല സിനിമാ പാട്ട് പോലും കിട്ടില്ല. ഗഞ്ജു നടന്നു. നെടുവീർപ്പുമായി പ്രമീള ഭാമയുടെ അരികിലേക്ക് നാമജപത്തിൽ പങ്കുകൊണ്ടു. ഗഞ്ജു റൊട്ടിയും പാലുമായി കയറിയെത്തിയ മുഹൂർത്തത്തിലാണ് ബേബി വാതിൽ തുറന്നു വന്നത്. ഇതെന്താണിത്? റൊട്ടി മേംസാബ്, പിന്നെ കുറച്ച് പാലും മേംസാബ്. ഇതെല്ലാം ആർക്കാണ് എന്നാണ് ചോദിച്ചത്. വിശന്നുറങ്ങിയ പൈതങ്ങൾക്ക്. ആർ പറഞ്ഞു വാങ്ങിക്കാൻ? പണം ആർ തന്നു? പ്രമീളയുടെ പേരൊന്നും ഗഞ്ജുവിനറിയില്ല. ആളെ ചൂണ്ടിക്കാട്ടി. അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ബേബിയെ അരിശം പിടിപ്പിച്ചു. നാമജപം, ഇതെന്തൊരു നാടകം! പ്രമീള റൊട്ടിയും പാലും വാങ്ങിക്കാൻ കൈനീട്ടി. ആ ഉരുപ്പടികൾ പ്രമീളയ്ക്ക് കൊടുക്കാൻ ഗഞ്ജുവിന് കഴിയും മുമ്പ് അതെല്ലാം പിടിച്ചു വാങ്ങി ബേബി പ്രമീളയുടെ നേരെ തിരിഞ്ഞു. നീയാണോ ഇതെല്ലാം വാങ്ങിക്കൊണ്ടു വരുവിച്ചത്? അതെ. വാങ്ങിക്കുന്നതെന്തും ഇവിടുന്ന് വാങ്ങിച്ചു കൊള്ളണം. തുറക്കാൻ നേരം വൈകുമെന്ന് ഭയന്ന്. ബേബി അമർത്തിയൊന്നു മൂളി ആ സാധനങ്ങൾ സ്വന്തം മുറിയിൽ വച്ച് പൂട്ടി. ഗഞ്ജുവിന് താക്കീത് നൽകി. ബുദ്ധു, ആരെന്തു പറഞ്ഞാലും എന്നോട് ചോദിച്ചേ
അനുസരിക്കാവൂ. മനസ്സിലായില്ലേ? ഗഞ്ജു തലയാട്ടി. ഇനി ഒന്നും കൊണ്ടുവരിക്കില്ല. പ്രമീള ഇരുന്നു. അതിങ്ങ് തരൂ. ഇതൊരു പാഠമായിരിക്കട്ടെ. ദൈവത്തെ ഓർത്ത് പ്രമീള ബേബിയുടെ കാലിൽ വീണു. ദൈവത്തെ ഓർത്താണ് നിന്നെ ഞാൻ പെരുവഴിയിൽ ഇറക്കാത്തത്. അതുപോരെ? ബേബി താക്കോൽക്കൂട്ടം കിലുക്കി നൃത്തവേദിയിലെത്തി. ഗഞ്ജു പിന്നാലെയുണ്ട്. എന്താണിവിടെ? ബേബി കോപിച്ചു. ഭാമയൊഴികെ ഗോപികമാർ എഴുന്നേറ്റ് നിന്നു ബഹുമാനിച്ചു. എണീക്ക് പെണ്ണെ, ബേബി ഉറക്കെ പറഞ്ഞു. ചിതല് പിടിക്കും, മീരാബെഹൻ പറഞ്ഞു. അവൾ ഭഗവാനെ ധ്യാനിക്കുകയാണ്. ഈ വെളുപ്പാൻ കാലത്തോ? ഇനി ആരു വരാൻ? ബേബി ഭാമയെ കാലുകൊണ്ട് തോണ്ടി. അനക്കമില്ല. അരുത്, മീരാമുത്തശ്ശി തടഞ്ഞു. ഭഗവാനെ ചവിട്ടരുത്. ബേബി പൊട്ടിച്ചിരിച്ചു. ഇവളോ ഭഗവാൻ? ബേബി കുനിഞ്ഞ് ഭാമയെ ഉന്തി. ഭാമയുടെ ദേഹം ഒന്നിച്ചാണ് ആടിയത്. താടിക്ക് തോണ്ടി, കവിളത്ത് വിരൽ കൊണ്ട് കുത്തി, ചുമലിൽ പിടിച്ചു കുലുക്കി. പിന്നെ ശക്തിയായി ഒരു തള്ളു കൊടുത്തു. ഭാമ പിറകോട്ട് മറിഞ്ഞു. കാലുകൾ അപ്പോഴും ഇരുന്നപടി മടക്കി പിടിച്ചു തന്നെ. ഗോപികമാർ ഭാമയെ താങ്ങി നെട്ടനെ ഇരുത്തി. ഗഞ്ജു, ബേബി വിളിച്ചു. ഇവളെയൊന്ന് ഉണർത്താൻ നിനക്കു കഴിയില്ലേ? പെണ്ണ് നാടകം കളിക്കുകയാണ്. ഗഞ്ജു ഭാമയുടെ മുടി ചുറ്റിപ്പിടിച്ച് കുലുക്കി. ഗോപികമാർ നിസ്സഹായരായി നോക്കി നിന്നു. ഭാമ കണ്ണു തുറന്നില്ല. മുടി ചുറ്റിപ്പിടിച്ചപടി ഒറ്റ കൈകൊണ്ട് ഗഞ്ജു ഭാമയെ തറയിൽ നിന്ന് പൊക്കി താഴെ വെച്ച് തിരിഞ്ഞ് ബേബിയെ നോക്കി. കാറ്റുപോയോ? ഗോപികമാർ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. ക്രമേണ ആ കരച്ചിൽ ആർത്തനാദമായി. ബേബി കൽപ്പനയായി. താങ്ങിയെടുത്ത് അവളുടെ മുറിയിലെ കട്ടിലിൽ വെക്ക് ഗഞ്ജു. ഉണരുമ്പോൾ ഉണരട്ടെ, അല്ലെങ്കിൽ അവിടെ കിടന്ന് ചിതൽ പിടിക്കട്ടെ. ഗഞ്ജു ഭാമയെ ഒരു കുട്ടിയെ എന്ന പോലെ എടുത്ത് അവളുടെ മുറിയിലെ കട്ടിലിൽ കൊണ്ടുചെന്ന് വെച്ചു. ഗോപികമാർ മുറിയിൽ വട്ടം കൂടി. തകർന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിനു മുന്നിൽ ചലനമറ്റ് ഭാമ. പ്രമീള കൂടെ കൂടെ അടുക്കളയിൽ ചെന്നു നോക്കി. അടുക്കളക്കാരി എഴുന്നേറ്റപ്പോൾ 9 മണി കഴിഞ്ഞു. കണക്കപ്പിള്ള കണ്ണടയെടുത്ത് മൂക്കത്ത് വെച്ച് ടിക്കറ്റുകൾ പരിശോധിച്ചപ്പോൾ 10 മണി. 10 ഉറുപ്പികയ്ക്ക് പുറത്തുനിന്ന് കിട്ടുന്ന റൊട്ടിക്കും പാലിനും 30 ഉറുപ്പിക മുടക്കേണ്ടി വന്നു. വിശന്ന കുട്ടികൾ പച്ചപ്പാലും വെറും റൊട്ടിയും ആർത്തിയോടെ കഴിച്ചു.